സൗദി അറേബ്യയിൽ മദ്യശാല തുറന്നോ ഇല്ലയോ എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള ചർച്ചകൾ. അറബ് ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ഓൾറെഡി മദ്യശാല തുറന്നു എന്നാണ്. കഴിഞ്ഞ 7 ദശാബ്ദത്തിന് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി അറേബ്യയിൽ ഒരു ലിക്കർ ഔട്ട്ലെറ്റ് തുറന്നിരിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഇത് തുറന്നിരിക്കുന്നത്. നോൺ മുസ്ലിങ്ങളായിട്ടുള്ള ഡിപ്ലോമാറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഔട്ട്ലെറ്റ് തുറന്നിരിക്കുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് ഇവിടെ പോയി മദ്യം വാങ്ങാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. ഇതുവരെ എംബസി വഴി കിട്ടിയിരുന്ന മദ്യം ഇനി മുതൽ ഈ ഔട്ട്ലെറ്റിലൂടെയാണ് ഡിപ്ലോമാറ്റുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. മദ്യം മേടിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അത് കാരണം ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പിക്ചറുകളൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമല്ല. എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലെ പോലെയുള്ള വിശാലമായ ഒരു മദ്യശാലയാണ് ഇപ്പോൾ ഇവിടെ തുറന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാലാകാലങ്ങളായി എംബസി ത്രൂ ഡിപ്ലോമാറ്റുകൾക്ക് ലഭിച്ചിരുന്ന മദ്യം കരിഞ്ചന്തയിൽ അവർ വിൽക്കുന്നത് മൂലമാണ് പുതിയ മദ്യ നിയമവും പുതിയ ഔട്ട്ലെറ്റും തുറക്കാൻ അവർ തീരുമാനിച്ചത്. 1950കളുടെ തുടക്കത്തിലെ സൗദിയിൽ മദ്യനിരോധനം നിലവിലുണ്ട്. മദ്യനിരോധനം കൊണ്ടുവരാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു കൊലപാതകമായിരുന്നു. സൗദി സ്ഥാപക രാജാവായിരുന്ന അബ്ദുൾ അസീസ് രാജാവിൻ്റെ മക്കളിലൊരുവനായ 19-കാരൻ മിഷാരി രാജകുമാരൻ ഒരു ബ്രിട്ടീഷ് ഡിപ്ലോമാറ്റിനെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് സൗദിയിൽ മദ്യനിരോധനം കൊണ്ടുവന്നത്. അളവിൽ കൂടുതൽ മദ്യം ചോദിച്ചതിന് അതിനെ നൽകാത്തതിനെ തുടർന്ന് ക്ഷുഭിതനായ രാജകുമാരൻ ബ്രിട്ടീഷ് ഡിപ്ലോമാറ്റിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വിദേശ ഡിപ്ലോമാറ്റുകൾക്ക് മേടിക്കാനായിട്ടുള്ള മദ്യത്തിൻ്റെ അളവും സൗദി അറേബ്യ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. 240 പോയിന്റ്സ് ആണ് ഓരോ കാർഡ് ഹോൾഡേഴ്സിനും മേടിക്കാൻ സാധിക്കുന്ന പരമാവധി മദ്യത്തിൻ്റെ അളവ്. ഈ പോയിന്റ് സിസ്റ്റം അനുസരിച്ച് 1 ലിറ്റർ മദ്യത്തിന് 6 പോയിന്റും 1 ലിറ്റർ വൈന് 4 പോയിന്റും 1 ലിറ്റർ ബിയറിന് 1 പോയിന്റുമാണ്. ഇങ്ങനെ കണക്കാക്കുമ്പോൾ വിദേശ ഡിപ്ലോമാറ്റിന് 40 ലിറ്ററോളം വിസ്കിയോ ജിന്നോ മേടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 80 ലിറ്റർ വൈനും 240 ലിറ്റർ ബിയറും മേടിക്കാൻ സാധിക്കുന്നതുമാണ്. ഈ പുതിയ മദ്യനയത്തിലൂടെയുള്ള മദ്യവിൽപ്പന ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാക്കിയതിലൂടെ പലവിധ ഊഹാപോഹങ്ങളും സൗദിയിലും മറ്റു രാജ്യങ്ങളിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. $500 മില്യൺ ചിലവഴിച്ചുകൊണ്ട് നിയോം എന്ന പേരിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി പ്രോജക്റ്റിന് വേണ്ടി സൗദി അറേബ്യ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ 2034 ഫിഫ വേൾഡ് കപ്പും സൗദിക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. സൗദി കിരീടാവകാശിയായി സൽമാൻ രാജകുമാരൻ വന്നതോടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുവദിക്കുകയും കൂടാതെ തന്നെ സിനിമാശാലകൾ തുറക്കുകയും പ്രധാന സംഗീതോത്സവങ്ങൾ നടത്താൻ അനുവദിച്ചതിലൂടെ ഭാവിയിൽ സൗദി അറേബ്യയിൽ മദ്യശാലകൾ വ്യാപകമായി തുറക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്.